എത്ര മണിവരെ കണ്ടു നെറ്റ്ഫ്ലിക്സ്? ഗ്രേസ് മോളെ, എനിക്കൊരു അർജന്റ് ആയിട്ടുള്ള ജോലിയുണ്ട്. ഓക്കെ, ടാബ്ലറ്റ് കറക്റ്റ് സമയത്ത് കഴിക്കണം. അറിയാലോ, ഐ എം വാച്ചിങ് യു. ബൈ. കറക്റ്റാ നീക്കിയിട്ടേച്ച് പോടി. എണീറ്റ് മതി. ഗുഡ് മോർണിംഗ്. ആ, സാർ വന്നോ? എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചി പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യൻ വന്നില്ല. പൊട്ടുന്ന ലക്ഷണ. ഓ, എങ്ങനെ പൊട്ടാതിരിക്കും? ഫുൾ ടൈം രണ്ടുപേരും നെറ്റ്ഫ്ലിക്സ് കാണാനല്ലോ പരിപാടി. നിന്റെ അച്ഛനോട് ഞാൻ പറയുന്നുണ്ട്. അയ്യോ ചേച്ചി, എക്സാം എല്ലാവർക്കും പാടായിരുന്നു. അച്ഛനോട് പറയല്ലേ, അവിടെയോ കാണിക്കില്ല. ചെല്ല്. ഇതുവരെ എണീറ്റിട്ടില്ല. എന്തോ അടി കയ്യില്? അച്ഛൻ 2 വാങ്ങിച്ചു. ഒന്ന് ഇവിടെ തരാൻ പറഞ്ഞു. വീടിന്റെ ഫ്രണ്ടിൽ കേട്ടാനേ കിലി. സർ, ഒരു ഫാമിലിയിലെ 3 പേരാണ്. ഒന്ന് മിസ്റ്റർ സുഗു, അയാളുടെ ഭാര്യ ശ്രീബ, പിന്നെ അവരുടെ 9 വയസ്സായ ഒരു കുഞ്ഞ്. വേണ്ട, ഇറ്റ്സ് ഓക്കെ. കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട്. ഫോറൻസിക്കിന്റെ കൂടെ ആരാ വന്നത്? സച്ചിൻ അയ്യർ. സർ, എന്തായി? ആരെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല മാഡം. ഞാൻ റിപ്പോർട്ടറാണ്. ആരാലും പോകാൻ പറ്റില്ല, സോറി. Hello, sir. Any clues? We got some blood marks and footprints. And what is quite unusual is that the crime scene has already been cleaned up. Unusual வந்து எவிடன்ஸ் டிஸ்ட்ராய் பண்ணுறது மாதிரி அந்த மாதிரி எதுவும் க்ளீன் பண்ணல. நம்ம நார்மலாக வீடு க்ளீன் பண்ணுற மாதிரி க்ளீன் பண்ணியிருக்காங்க. It is a pretty unusual case I've seen. Excuse me, sir. 1 minute. Just 1 second. Yeah. Sir, it's look like murder weapon. Blood stains clean ചെയ്തിട്ടുണ്ട്, but we could trace it, sir. മോർണിംഗ്. അവിടുത്തെ സിറ്റുവേഷൻ? ഇൻക്വസ്റ്റ് നടക്കുന്നു. ഒരു ഫാമിലിയിലെ 3 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. വെള്ളനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതുപോലൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോപ്സി കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല സാർ. ഓക്കെ, ആ കേസിന്റെ പ്രോസസ് എന്തായാലും ഫോളോ ചെയ്യണം. പിന്നെ ന്യൂസ് പുറത്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ഷൻ കഴിയുന്നവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വിഷയം ഉണ്ടാകുന്ന പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു.